हेलो जिलेबी आना सुबह का बहुत ट्रेंडी आइटम है जलेबी हेलो नहीं मेरा स्पेशल ആണ് മധുരം ജിലേബി ആലു जलेबी ഇതൊക്കെ ഒരു ഫേവറേറ്റ് ഐറ്റംസ് ആട്ടോ പിന്നെ അതേമാതിരി തന്നെ ഗുഡ്ക ഈ സാധനം നമ്മുടെയൊക്കെ നിരോധിത ഐറ്റംസ് ആണ് അതൊക്കെ हमारे मुल्क में नहीं मिलते हैं पुलिस पकड़ते हैं गुटखा नहीं मिलता वहाँ? नहीं बैन नहीं क्या वहाँ? हाँ सर मिलता है आदमी लोग ऐसा छुपा कर लेके आता है अच्छा सब पकड़ते हैं फाइन मारते हैं मूवी उपयोग के रहते होंगे इधर भी कुछ प्रॉब्लम नहीं है इधर का क्या ट्रेडिशनल फूड क्या है मालूम आपको यहाँ का हाँ यूपी का बहुत कुछ है समोसा समोसा लिट्टी चोखा लिट्टी चोखा क्या लिट्टी चोखा समोसा समोसा दूसरा पकौड़ी पकौड़ा पकौड़ा सबसे ज़्यादा यूपी का समोसा समोसा खाता है गबा के मॉर्निंग में क्या खाता है आप लोग जलेबी पूरी सब्जी पूरी सब्जी नाइट में चपाती नाइट में चपाती बिरयानी शर्माल ऐसा खाता है हमारा केरला वाला पूरे चावल खाता है सब पनीर और पनीर हाँ पनीर में खाया उससे अच्छा है सब्जी के साथ अच्छा है ഇവരൊക്കെ നേപ്പാളിൽ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരാട്ടോ അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ഇവരൊക്കെ ഇവർ യു പിക്കാരനാണ് ഒരു 4 ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ ഒരു ഉത്തരാഖണ്ഡുകാരനുണ്ട് ഒരാളെ ഞാൻ പരിചയപ്പെട്ടിരുന്നു പേര് ചോദിക്കാൻ വിട്ടുപോയി പിന്നെ ഇവിടെയൊക്കെ സ്ത്രീകളാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് മെയിനായിട്ട് ചെറിയ ചെറിയ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ഓരോരോ ഹോട്ടലും കാര്യങ്ങളാണ് ഫുഡ് എന്താ പാട് എനിക്ക് കഴിക്കാൻ പാടി ഫ്രൂട്ട്സ് ആണെന്ന് നോക്കി कौन सी जगह है ഇതൊക്കെ ചായക്കപ്പട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പ്ലാസ്റ്റിക്കും സ്റ്റീലും ഗ്ലാസ്സല്ലേ ഇവിടെയൊക്കെ മൺചട്ടി കഴിക്കാം മണ്ണിട്ടുണ്ടാക്കണ അതായിട്ടാണ് ഇവർ ചായ കുടിക്കുന്നത് അത് കുടിച്ചാൽ അത് അപ്പം തന്നെ ഒന്ന് സ്പോട്ടിൽ ഒഴിവാക്കും അതൊക്കെ എടുത്തുണ്ടാവും फिर आदमी पिए कचरा में डाल दिए चाय पहले स्टेशन पे किया कहाँ चल जाएंगे? मैं अभी नेपाल में काठमांडू काठमांडू पोखरा में जाएगा उसके बाद अरे उधर उसके बाद काठमांडू हाँ हम लोग केरला गए ना वहाँ का अगर भाषा अगर नहीं जानेगा तो बहुत मुश्किल है ഇത് ഞാൻ രാവിലെ ഹോട്ടലിൽ നിന്നൊരു ചായ കുടിച്ചു അതിൻ്റെ കപ്പാണ് അത് ഇവിടെയൊക്കെ വെക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എൻ്റെ കുട്ടൻസ് എന്താ അറിയില്ല ഞാൻ വെള്ളം ഇവിടെ ഭയങ്കര ചൂടാട്ടോ യു പിയിൽ ഭയങ്കര ചൂടാണ് ഇവിടെയൊക്കെ ഒരു ദിവസം ഇന്ന് പോകണമെങ്കിൽ 5 കുപ്പി വെള്ളം കുടിച്ചു പോകണം നമ്മൾ നാട്ടിലേക്ക് ആണെങ്കിൽ ഒരു കുപ്പി കുടിച്ചാൽ മതി ഞാൻ വന്ന ടാക്സിയാണ് പിന്നെ ഫൻറ്റയും കാര്യങ്ങളും ജ്യൂസും കാര്യങ്ങളാണ് ഇവിടെ ഒരു അമ്മൂമ്മ ഉണ്ട് മുമ്പിൽ കച്ചവടം ചെയ്യുന്നത് ഒരു അമ്മൂമ്മ വളർത്തുന്നത് ഇവിടെ യാത്രക്കാരെ കച്ചവടം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാരട്ടോ ഇവിടെ വഴിയോര യാത്രക്കാരെ കച്ചവടം മാത്രം ഉണ്ടാവും പ്രതീക്ഷിക്കും ज़्यादा मुश्किल है मैं सर्चिंग किया मेरे को नहीं मिला कीवर्ड्स सही डालेंगे तो फिर मिलने लगेगा
സൈക്കിൾ റിക്ഷ. ഇവിടെ ഫുള്ളും സൈക്കിൾ റിക്ഷ കേട്ടോ. സഞ്ചാരികളൊക്കെ പോണതിലാണ്. रिक्शा सब जगह में मिलता है. ഇതൊക്കെയാണ് തനി ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകളാണ്. സിറ്റിയുടെ കാഴ്ച, സിറ്റിയിലുള്ള വാഹനങ്ങളൊക്കെ. नेपाल हो गया. टैक्सी नहीं जाएगी अंदर की. नेपाल आ गया. ये नेपाल आ गया. ഇത് ഫസ്റ്റ് വൈബാട്ടാ. സൈക്കിൾ റിക്ഷയിൽ ഞാൻ പോണേ. ഓക്കെ, ഞാൻ നേപ്പാൾ ബോർഡറിലാണ് ഇപ്പോൾ. സൈക്കിൾ റിക്ഷ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 50 രൂപ ചാർജാണ് പറയുന്നത്. കൂടുതലാണ്, എന്നാലും വേണ്ടില്ല. ഫസ്റ്റ് ഒരു അനുഭവമല്ല. ഇവിടെ അന്നേരം മഴ പെയ്ത് പോകുന്നുണ്ട്. മഴ പെയ്തിക്കണ, വെള്ളം കെട്ടിക്കണേട്ടാ. ഇവിടെ ഇന്നലെ മഴ പെയ്തിക്കണം എന്തായാലും. ഇത് നേപ്പാൾ ബോർഡറിലാണ് ഇപ്പോൾ എത്തിക്കണത്. ഇപ്പോൾ റിക്ഷക്കാരൻ 50 റുപ്യ പറയണം. ആകെ 2 മിനിറ്റ് നടത്തുള്ളൂ. ഞാൻ അറിയാത്ത സ്ഥലമായതുകൊണ്ടാണ് കൊടുത്ത്. എല്ലാം കൊടുക്കുന്നില്ല, പിന്നെ ഒരു അധ്വാനമല്ലേ. 50 റുപ്യ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഈ വലിയ വലിയ ഹോട്ടലുകാർ പറ്റിക്കാൻ നമുക്ക് ഭയങ്കര സങ്കടം. ഇവർക്കൊക്കെ ജീവിക്കാൻ അന്ന് കിട്ടിയ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. നമുക്ക് സങ്കടമൊന്നുമില്ല. റിക്ഷക്കാരനെ വെയിറ്റ് ചെയ്യണം. മാലിന്യ കൂമ്പാരങ്ങൾ മൊത്തമായിട്ട് ഇവിടെ. ഒരാളെന്തോ പെറുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെതാണ്. പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാവുന്നു. റിക്ഷക്കാരൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആ ജയക टोटल 10,000 निकालना है. निकाल दो, जो भी बचेगा तो आधार से. हाँ, उधर से जो भी बचेगा फिर एक्सचेंज हो जाएगा. फार्म रोज नहीं निकला क्या? आज में निकालनी है पहले. ഇവിടുന്ന് ഞാൻ ഈ പൈസ ഇന്ത്യൻ റുപ്യ നേപ്പാൾക്ക് ചേഞ്ച് ആക്കി. 30,000 നേപ്പാളത്തെ 42,000 സംതിങ് ഉണ്ട്. നാട്ടിൽ 46,000 സംതിങ്. 770 റുപ്യ, അവിടുത്തെ 500 റുപ്യ. നൈറ്റ് പോകുമ്പോൾ റിസ്ക്കാണ്. വണ്ടി കഴിച്ചിട്ട് പോകുമ്പോൾ ഒരു 10 ദിവസം 15 ദിവസം സ്റ്റേ ചെയ്യണം. അപ്പോൾ അതിനുള്ള ജസ്റ്റ് നോക്കിയിട്ട് ബാക്കി പൈസ കൊടുത്ത് റിട്ടേൺ കൊണ്ടുവരാറുണ്ട്. നമ്മൾ റിക്ഷയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ സാധാരണ ജനങ്ങളാണ്. रास्ता भी दिखाओ ना यार. देखो सोनौली बॉर्डर में നമ്മളെ നേപ്പാളിലും ഓട്ടോറിക്ഷ സൈക്കിൾ റിക്ഷ ഒരുപാടുണ്ട് കേട്ടോ. बाद में उसका पकड़ा तो मुश्किल है. कोई भी नहीं करेगा. नेपाल लोग अच्छा है मेरे को. कोई भी नहीं करेगा. ഇവിടെ ഇന്ത്യൻ മിലിറ്ററി ആണോ വെക്കുന്നത്? ഇന്ത്യൻ मिलिट्री है ना. हाँ, ये इंडिया है. हमारे इंडिया का मिलिट्री देखो. നമ്മളെ മിലിറ്ററിക്കാരാണ് അവിടെ വെക്കണത് ഇന്ത്യൻ്റെ. ഇപ്പുറത്ത് നേപ്പാൾ പോലീസും. നല്ല രസമാണ് കേട്ടോ. ഒരു നേപ്പാളത്തെ ആൾക്കാർക്ക് നല്ല ആരോഗ്യമാണ് എന്തായാലും.
60-65 വയസ്സ് 70 വയസ്സുള്ളവരൊക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ അടി പിടിച്ചടക്കുന്നുണ്ടോ? ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ആരോഗ്യം കൂടുതലുള്ള വ്യത്യാസം. ഇവരെ മെയിനായിട്ട് കൃഷിയാണ്, നല്ല ഫുഡാണ് അവർ അടിക്കുന്നത്. നമ്മളെ മാതിരി ലോക്കൽ ഫുഡൊന്നുമില്ല, കെമിക്കൽ അടിച്ചേക്കുന്ന ആൾക്കാരല്ല, നല്ല ആരോഗ്യം നല്ല അധ്വാനിച്ച ആൾക്കാരാണ് നേപ്പാളീസ്. റിക്ഷയാണ് കൂടുതൽ കേട്ടോ. റിക്ഷയൊക്കെ ഭയങ്കര ചാർജാണ് ഇവർ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മളെ കൊക്കറക്കൊക്കെ ചാർജ് 700-800 പല ചാർജുണ്ട്. കുറച്ച് അറിയുന്നത് കുഴപ്പമില്ല. നമ്മളെ ഇന്ത്യൻ ബസ് കേട്ടോ. ഇന്ത്യൻ ബസ്സാണ്. റിക്ഷയും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളു. പിന്നെ റോഡ് വളരെ പരിതാപകരമാണ്. മഴ പെയ്തിട്ട് വെള്ളം കറക്കുണ്ടാവും. റോഡ് ഇനി എവിടെ ഇല്ല, കുണ്ടും പോയില്ലാത്ത കല്യാണ ചെറുക്കനൊക്കെ ഉണ്ട്. നല്ലൊരു ബന്ധുണ്ട്, നല്ല ചന്തമുണ്ട്. खींचो खींचो खींचो, कोई मुश्किल नहीं। आराम से खींचते खींचते चलेंगे यार। और एक सवारी ढूंढो, क्या 2 आदमी मिलकर जाएंगे? नहीं बताएगा, मुश्किल नंबर मेरे पास. അത് നേപ്പാൾ പോലീസ് കേട്ടോ. അത് നേപ്പാൾ മിലിറ്ററി വന്നു. BP കുമാൽ എൻ്റെ പേര്. പോലീസാണ്, നേപ്പാൾ പോലീസാണ്. നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ്. 60 വയസ്സിലും 70 വയസ്സിലും അധ്വാനിക്കുന്നു. റിക്ഷ രണ്ടും പോലീസുകാരൻ കേട്ടോ. നേപ്പാൾ പോലീസിന് രണ്ടാണ്. ഒരാൾ നേപ്പാൾ പോലീസ്, ആർമഡ് പോലീസ്. पूरा यंग वाला है इसका कस्टम्स है. भैरवा कस्टम्स ऑफिस है पूरा. आपका नाम क्या है? मेरा नाम मुन्ना. मुन्ना? हाँ. नाम जगह इधर है? इधर इधर है. घर इधर. कितना साल हो गया? शादी हो गया? शादी तो हो गया, देखो ना मेहंदी अभी नहीं छूटा है इधर. कितना बच्चा है? बच्चा भी कुछ नहीं है अभी. कहाँ बच्चा होगा यार? नहीं शादी अभी तो फिलहाल 15 दिन हुआ शादी होने में, तो कैसे बच्चा हो जाएगा? सॉरी मेरा गलती है. इधर 18 अगर एज का पहले शादी करते हैं, 18 19 में 20 में. मेरा दोस्त का 3 बच्चा है. देखने का 25-26 लगता है. हाँ वही. भैरवा 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 डालना, हमें बताना क्या नाम है. हाँ लेके आओ, मैं इधर बैठेगा. मुश्किल क्या नाम है ग्रुप का आपका? इसका चैनल है क्या नाम? चाले सर्च करते नहीं मिलता है. आइए. भैरवा भैरवा आँख अस्पताल जाना है. भैरवा आँख अस्पताल है. एक यूट्यूब पे डालता है कि फेसबुक पे भाई? ये यूट्यूब में डालता रहा. यूट्यूब चैनल क्या है? यूट्यूब अभी मेरा नाम है ड्रीम्स ट्रैवल्स सामी. उसका सर्च करते नहीं मिलता है. चैनल फ्लॉप है तो बोलते हैं आदमी लोग सब्सक्राइब कम थी, इसके लिए ज़्यादा नीचे है. इसके लिए बुक मैं मज़ा करने के लिए करते हैं. यूट्यूब में डालते हैं. बताता किलो को गाड़ी कैमरा लगा है, कैमरा इधर देखो. हाँ ये इलेक्ट्रॉनिक है. इलेक्ट्रॉनिक
हाँ सब जगह में ऐसा है। उसको 50 में नहीं आते देखो। 50 में नहीं आती वो। हाँ उसका क्या मतलब है मालूम है? आप लोग ज़्यादा पैसा बोलते हैं। नहीं यार भाई, गाड़ी मांगी है तो पैसे नहीं मांगे रहेगा। इंडिया में आपका कितना गाड़ी आता है? हम लोग को इंडिया में सुनो, हम लोग 1 किलोमीटर में 25 रुपया लेते हैं। हाँ किलोमीटर में हाँ 5 किलोमीटर देते हैं, कितना देते हैं? हाँ 125 देते हैं। हाँ 3 किलोमीटर में 75 देते हैं। हाँ हाँ अब इधर वापस करने के लिए, आने वापस करने के लिए इसका आप लोग इधर से जाता है 100। देखो दूसरा गाड़ी पे गया। भैया भैरवा 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 बैठे दादा। बोल दिया नहीं आता। बहुत अच्छा है। भाई भाई वीडियो बना दे। भैरवा भैरवा हॉस्पिटल गाड़ी है। भैरवा 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 हाँ भाई भैरवा 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 बैठो जा रहा है क्या? दोस्त के साथ बैठना चाहिए यार। भैरवा भैरवा आओ। दोस्तों देना यार। नाम नहीं मिलता है। वीडियो बंद कर दिया क्या? आ रहा है ये सब रूम में डालते हैं। हेलो हाँ നമ്മളിപ്പോൾ പോണത് ഭൈരവ ബസ് സ്റ്റാൻഡിൽ കേട്ടോ. അവിടെ നിന്ന് എനിക്ക് പൊക്രയ്ക്ക് ബസ് പിടിക്കാനുള്ളത്. അങ്ങനെ അങ്ങോട്ടുള്ള ഓട്ടത്തിലാണിത്. അപ്പോൾ ഭൈരവ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ എത്തും. ഏകദേശം സൊനൗലിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. ടാക്സിക്ക് 100 രൂപ കൊടുത്തത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് എത്തിച്ചു തന്നു. കുറച്ച് കൂടുതൽ, എന്തായാലും കുഴപ്പമില്ല. അങ്ങനെയാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ നടക്കുന്നുണ്ടോ? സ്തൂപം കണ്ടത് നല്ല കാണാൻ തന്നെ ഭംഗിയുണ്ട്. ഒരു ആർച്ച് നല്ല ഭംഗിയിലുണ്ടാക്കിയാണ്. എന്താണ് അതിൻ്റെ കുട്ടൻസ് ഒന്നും അറിയില്ല. യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ
ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയിട്ടാ. ഒരു ഹോട്ടലാണ് ഇവിടെ, എന്താ കിട്ടുമെന്ന് അറിയില്ല, നോക്കാം. ശരി കേട്ടോ. ഹോട്ടലിൽ 400 രൂപയാണ് ഭക്ഷണത്തിന് വാങ്ങിയത്. ഭയങ്കര മുറിച്ചായി. അതും കുഴപ്പമില്ല, ഭക്ഷണം വിശന്ന ടൈമല്ലേ. അതാണ് ഭൈരവ ബസ് സ്റ്റാൻഡ്. ഇനി സ്റ്റാൻഡിനുള്ളിൽ പോയി ടിക്കറ്റ് എടുക്കാണ്ട്. പിന്നെ ഭയങ്കര മോശമായ ഒരു ഇതുണ്ടായിരുന്നു അവിടുന്ന് അനുഭവം. അത് ഒരു ചെറിയ പ്രശ്നം. അയാൾ 2 നേപ്പാളി വെള്ളം അടിച്ചിരുന്നു. അയാൾ എന്നിട്ട് എന്നെ ടച്ചപ്പ് ഉണ്ട്, ക്യാമറ അലോഡ് എല്ലാം അങ്ങനെ ചെയ്യാനായിട്ട്. ഞാൻ മൈൻഡ് ചെയ്യാതെ അങ്ങനെ നടന്നു. ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ബാഡ് അനുഭവമാണ് നേപ്പാളിൽ കിടന്ന സമയത്തുള്ള ആദ്യ മോശപ്പെട്ട അനുഭവമാണ്. നല്ല ആൾക്കാരാണ്, മൂടായി കഴിഞ്ഞാൽ മനുഷ്യന്മാർ പലയിടത്തും പലമാരില്ല. പിന്നെ ഞാനും വർത്താൻ്റെ 2-3 തർക്കിച്ച്, പിന്നെ ഞാൻ ഒഴിവായി. അല്ല ഇപ്പം തന്നെ കഴിച്ചു ഫുഡിനൊക്കെ 400. പിന്നെ അപ്പോൾ ഒരു കുട്ടി ബസ് സ്റ്റാൻഡിൽ എത്തി, അങ്ങനെ ഒരു കുട്ടീൻ്റെ കളി കണ്ടിരിക്കും അവിടെ. ബസ് സ്റ്റാൻഡിൽ ഇന്ന് പഠിക്കുന്ന കുട്ടിയാണ്, ഒന്ന് മനസ്സിലാക്കണം. ക്യാൻറ്റീനിലാണ് അവളെ അമ്മ അവൻ്റെ കുട്ടീൻ്റെ അമ്മ വർക്ക് ചെയ്യണം. നമുക്ക് സൗകര്യം ഉണ്ടാകും, കുട്ടികളോട് നമ്മൾ പഠിക്കാം. നല്ല മനസ്സിന് നല്ല സന്തോഷമുള്ളൊരു കാഴ്ചയാണ് ഇത് ബസ് സ്റ്റാൻഡ് വന്നപ്പോൾ. കാഴ്ച അങ്ങനത്തെ വേറെ കാഴ്ച ഒന്നും പുറത്തുനിന്ന് തരാൻ കണ്ടിട്ടില്ല. അല്ല തെരുവെന്ന് പഠിക്കാനാണ്. നമ്മൾ ബസ് വന്നിട്ടോ, ബസ്സിൽ കയറി. ഇനിയും പൊക്കറക്കുള്ള യാത്രയാണ്. ഒന്ന് സുഖനിദ്രയിൽ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉറക്കം വന്നിട്ട് അതുകൊണ്ട് ഉറങ്ങാൻ 6 മണിക്കൂർ ബസ്സിന് കാത്തുനിന്ന് കേട്ടോ. ബസ് പൊക്കറൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എണീറ്റ ശേഷം എടുത്ത വീഡിയോ ആണ്. വേറെ ബസ്സിനുള്ളൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് യാത്രയിൽ. എൻ്റെ ഇത്ര കാലത്തെ ലൈഫിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല യാത്രയിൽ. നല്ല മെമ്മറി ചെയ്യുന്നത്. ഞാൻ എൻ്റേതായിട്ടുള്ള സ്വകാര്യമായ കാര്യങ്ങളായതുകൊണ്ട് ഞാനത് മറച്ചു വെക്കാം. എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു. നല്ല ഒരു പ്രത്യേക വൈബായിരുന്നു. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനും നമ്മൾ ഷെയർ ചെയ്യാനുള്ള കിട്ടി. ഒരുപാട് സംസാരിച്ച് മനസ്സിന് നല്ലൊരു ഹാപ്പിനെസ്സും കിട്ടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഇനി നമുക്ക് പൊക്രയിൽ നിന്ന് വീഡിയോ നാളെ എടുത്തിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ. പലരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ വാഷിങ്ങും മറ്റതും ഫുഡും എല്ലതും കഴിക്കാനുള്ളതിലാണ്. താങ്ക് യു.